വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പുതിയ നേട്ടങ്ങളിലേക്ക് കുതിക്കുകയാണ്. ട്രയൽ റൺ തുടങ്ങി 6 മാസത്തിനുള്ളിൽ 3 ലക്ഷം TEU ചരക്ക് കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം ഇതാ പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നത്. 150 കപ്പലുകളാണ് ഈ ട്രയൽ റൺ കാലഘട്ടത്തിൽ ഇതുവരെ വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ത്യയുടെ പുതിയ സമുദ്ര വാണിജ്യ കവാടമായി മാറുന്ന വിഴിഞ്ഞത്തേക്ക് ബെർത്ത് ചെയ്തത്. ഇതിൽ ലോകത്തെ തന്നെ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന 5 ചരക്ക് കപ്പലുകളും പെടും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരുത്ത് വീണ്ടും തെളിയിച്ചുകൊണ്ട് ഇതുവരെ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ കപ്പൽ MSC കർമ്മലിറ്റ ഇവിടെ നിന്നും വിജയകരമായി ചരക്ക് കയറ്റി യാത്ര തിരിക്കുകയും ചെയ്തു. 16.8 മീറ്റർ ഡ്രാഫ്റ്റുമായാണ് ഈ കപ്പൽ വിഴിഞ്ഞത്ത് നിന്നും ഈജിപ്തിലേക്ക് തിരിച്ചിരിക്കുന്നത്. സിംഗപ്പൂരിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് കർമ്മലിറ്റ എത്തുമ്പോൾ 16.2 മീറ്റർ ആയിരുന്നു MSC കർമ്മലിറ്റയുടെ ഡ്രാഫ്റ്റ്. വിഴിഞ്ഞത്ത് നിന്നും 3067 TEU ചരക്ക് നീക്കം പൂർത്തിയായതോടെയാണ് ഡ്രാഫ്റ്റ് 16.8 മീറ്ററായി ഉയർന്നത്. ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തിയ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ കപ്പലുകളിൽ ഒന്നാണ് MSC കർമ്മലിറ്റ. കപ്പലിൻ്റെ ജലരേഖയ്ക്കും കപ്പലിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തിനും ഇടയിലുള്ള ദൂരമാണ് ഡ്രാഫ്റ്റ് എന്നറിയപ്പെടുന്നത്. കീഴ്പോട്ട് പോവുകയും ചെയ്യും. ഭാരം കൂടുന്തോറും ഈ ഡ്രാഫ്റ്റിൻ്റെ വ്യാപ്തി കൂടുകയും ചെയ്യും. ജനുവരിയിൽ മാത്രം 45 കപ്പലുകളാണ് വിഴിഞ്ഞത്ത് തുറമുഖത്ത് ബെർത്ത് ചെയ്തത്. 85,000 TEU കണ്ടെയ്നർ നീക്കമാണ് ജനുവരി മാസം മാത്രം ഇവിടെ നടന്നത്. വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഇതൊരു തുടക്കം മാത്രമാണ്. കൂടുതൽ നേട്ടങ്ങളുമായി വിഴിഞ്ഞം ഇന്ത്യയുടെ അഭിമാനമായി മാറും എന്ന് തന്നെയാണ് സംസ്ഥാന തുറമുഖ മന്ത്രി VN വാസവനും പ്രത്യാശ പ്രകടിപ്പിച്ചത്. ഇനി എന്താണ് വിഴിഞ്ഞത്തിൻ്റെ ഗുണം? ഒരു $10,000 കയ്യിലുണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് കപ്പലടുപ്പിച്ച് നിങ്ങൾക്ക് കണ്ടെയ്നർ ഇറക്കാം. കപ്പൽ കമ്പനികൾക്ക് അങ്ങനെ വമ്പൻ ഇളവുകളാണ് അദാനി പോർട്സ് വിഴിഞ്ഞത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ കപ്പലുകൾക്ക് നിലവിൽ ഒരു ദിവസം കൊളംബോ തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെൻറ്റിന് $20,000 മുതൽ $25,000 വരെ ചിലവ് വരും. ഇതിന് കൊച്ചി വല്ലാർപാടത്ത് $74,000 വരെ ചിലവാക്കേണ്ടി വരും. എന്നാൽ വിഴിഞ്ഞത്ത് $10,000 താഴെ മാത്രമാണ് ട്രാൻസ്ഷിപ്മെൻറ്റിന് ചിലവ് വരിക എന്നാണ് അദാനി പോർട്സിൻ്റെ കണക്കുകൂട്ടൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കപ്പലുകളും ചരക്കുകളും എത്തിക്കുന്ന നിരക്കുകൾ അങ്ങനെ അദാനി പോർട്സ് മാസങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊളംബോ തുറമുഖത്തേക്കാൾ കുറഞ്ഞ നിരക്കാണ് പല സേവനങ്ങൾക്കും പ്രഖ്യാപിച്ചത്. കൊച്ചിയേക്കാൾ കുറഞ്ഞ നിരക്കാണ് വിഴിഞ്ഞം ഈടാക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ഇന്ത്യയിലേക്ക് വരുന്ന ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ 80% ഇപ്പോൾ കൊളംബോ വഴിയാണ്. ബാക്കി ചരക്കുകൾ ദുബായ്, സിംഗപ്പൂർ തുറമുഖം വഴിയും എത്തുന്നുണ്ട്. വിഴിഞ്ഞത്തേക്ക് എത്തുന്ന കണ്ടെയ്നറുകൾ റോഡ് മാർഗം സംസ്ഥാന അതിർത്തി കടക്കുന്നതുവരെയുള്ള ചരക്ക് നീക്കവും സുപ്രധാനമാണ്. തിരുവനന്തപുരത്തെ കാരോട് മുതൽ കാസർഗോഡ് വരെ നീളുന്ന ദേശീയപാത വികസനം ദ്രുതഗതിയിൽ പൂർത്തിയാകുകയാണ്. പലയിടത്തും 4 വരി പാത ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്തു. തുറമുഖങ്ങളിൽ കപ്പൽ കമ്പനികൾ പ്രധാനമായും നൽകേണ്ടത് കപ്പൽ ബെർത്തിൽ നിർത്തിയിടുന്ന വെസൽ റിലേറ്റഡ് ചാർജാണ്. ചരക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള കണ്ടെയ്നർ റിലേറ്റഡ് ചാർജ് അതും നൽകണം. തുറമുഖത്ത് അടയ്ക്കേണ്ട പോർട്ട് ഡ്യൂസ്, കപ്പൽ പുറംകടലിൽ നിന്നും തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള പൈലറ്റ് ചാർജ്, കപ്പൽ നിർത്തിയിടാനും ചരക്ക് കയറ്റിറക്കുമതി ചെയ്യാനുള്ള ബെർത്ത് ഹയർ എന്നിവയടക്കമാണ് വിഴിഞ്ഞത്ത് $10,000 താഴെ അദാനി പോർട്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കപ്പലിൻ്റെ കേവ് ഭാരത്തെ കണക്കാക്കിയാണ് ഈ നിരക്കുകളൊക്കെ നിശ്ചയിക്കുന്നത്. ഇതെല്ലാം കൂടി നിലവിൽ വലിയ കപ്പലുകൾക്ക് ഒരു ദിവസം കൊളംബോയിൽ ട്രാൻസ്ഷിപ്മെൻറ്റിന് $20,000 മുതൽ $25,000 വരെ ചെലവ് വരും എന്നാണ് കണക്കുകൂട്ടൽ. അതാണ് വിഴിഞ്ഞത്ത് വെറും $10,000 താഴെ വരുന്നത്. കൊച്ചി പിന്നെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമല്ലാത്തതിനാൽ വിഴിഞ്ഞവുമായ ഒരു മത്സരത്തിനുണ്ടാകില്ല. കൊച്ചിക്ക് കൊച്ചിയുടെ ചരക്കുകൾ, വിഴിഞ്ഞത്തിന് അതിൻ്റെ ചരക്കുകൾ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കേരളത്തിൻ്റെ കരുത്ത് കാട്ടി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ ചരക്ക് ഗതാഗത കവാടമാകാൻ മാറുകയാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.